ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് യൗമു അറഫ, അറഫ ദിനം. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അള്ളാഹുവെ നീ സ്വീകരിക്കണേ. അറഫ ദിനം ഇന്ന് മഗ്രിബോട് കൂടെയാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാമല്ലോ, മഗ്രിബ് ടു മഗ്രിബാണ് ഹിജ്റ കലണ്ടർ പ്രകാരം നമ്മുടെ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മഗ്രിബ് ടു മഗ്രിബാണ്. അപ്പോ ഇന്ന് മഗ്രിബ് മുതൽ അറഫയുടെ ദിവസം തുടങ്ങാണ്. നാളെ മഗ്രിബ് വരെ അറഫ, പിന്നെ യൗമ അറഫ, ഇനി യൗമുൻ നഹർ, പിന്നെ അറവിന്റെ ദിവസം പെരുന്നാൾ. അറഫ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ 1 നരകമോചനം അല്ലെങ്കിൽ പാപമോചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേർ, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ, മാമിൻ യൗമിൻ അക്തറ മിൻ അയ്യുതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുന്നത്. അങ്ങനെയുള്ളൊരു ദിനമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിൽ സംജാതമാകുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കുക. അതോടൊപ്പം അള്ളാഹുവോട് കേണപേക്ഷിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മൾ പരസ്യമായി ചെയ്ത, പരോക്ഷമായി ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും, അതിനു പുറമെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിച്ചു പോയ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ, ഒരുപാട് തെറ്റുകൾ അങ്ങനെയും വന്നിട്ടുണ്ടാകും. ആ തെറ്റുകളിൽ നിന്നും എല്ലാം അള്ളാഹുവോട് നാം പൊറുക്കലിനെ തേടുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു പ്രത്യേകത, മനുഷ്യർ ഏറ്റവും കൂടുതൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പാപമോചനം നൽകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത്, നിന്ദനാകുന്നത്, നിസ്സാരനാവുന്നത്, വെറുപ്പുണ്ടാവുന്നത് പിശാചിനാണ്. ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ദിവസം കൂടിയാണ് യൗമു അറഫ. അപ്പോ ഈമാനിന്റെ കണികയെങ്കിലും ഉള്ള ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമു അറഫ അള്ളാഹു മഗ്ഫിറത്ത് നൽകും. അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല, അറഫ ദിവസം എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു തആല പാപമോചനം നൽകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, അറഫ ദിനത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ് യൗമു അറഫ. അതുകൊണ്ട് ദുആ ഏറെ മഹത്വമുള്ള ദിവസമാണ് യൗമു അറഫ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നബിയും മറ്റു നബിമാരൊക്കെ ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് അറഫ ദിവസം ധാരാളമായി ചൊല്ലുന്നത് നല്ലതാണ്. പിന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലൊക്കെ ചൊല്ലാൻ ഏറ്റവും നല്ല ദിക്ർ നമുക്കറിയാം, ഫക്റു മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ് എന്ന് പറയുന്ന ഹദീസിലുണ്ട്. തക്ബീർ ധാരാളമായി ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, തഹ്മീദ് ചൊല്ലുക, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അധികരിപ്പിക്കുക. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. പിന്നെ നാലാമത്തെ ഒരു പ്രത്യേകത, ഈ ദിവസം കണ്ണും കാതും നാവും ഒക്കെ നന്നായി സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്തായാലും അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുമെന്നത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പവിത്രമായതാണല്ലോ അറഫ. അൽ ഹജ്ജു അറഫ എന്നാണ്. അറഫയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെയാണ് ആ ദിവസം വരുന്നത്. ആറാമത്തെ ഒരു പ്രത്യേകത അറഫ നോമ്പാണ്. ഈ അറഫ നോമ്പ് സാധാരണ ചില്ലറ നോമ്പ് പോലെ നിങ്ങൾ കരുതരുത് കേട്ടോ. അത് അത്ര പ്രാധാന്യമുള്ള, അത്ര മഹത്വമുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാൻ തന്ന്, 6 നോമ്പ് തന്ന്, ഓരോ ഓഫറുകൾ തന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അടുത്തൊരു ഓഫറാണ് നമുക്ക് ദുൽഹിജ്ജ, ഈ 10 ദിവസങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞെടുത്ത് ആ 10 രാത്രികളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തത് ഈ 10 ദിവസങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അറഫ നോമ്പെടുക്കുക. عن أبي قتادة الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن صوم يوم عرفة فقال يكفر السنة الماضية والباقية. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തെറ്റുകളെല്ലാം മായ്ച്ചു കളയുന്ന, തെറ്റുകൾക്കെല്ലാം മാപ്പ് നൽകുന്ന ഒരു സമയമാണ് യൗമ അറഫ. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എങ്ങനത്തെ തെറ്റുകളാണ് അള്ളാഹു പുറത്തു തരാം? ചെറുദോഷങ്ങളാണ് അള്ളാഹു പുറത്തു തരാം. അറഫ ദിവസം നോമ്പെടുക്കലും ഒക്കതായ സുന്നത്താണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുത്തിരുന്നു. അതിൽ തന്നെ അറഫ ദിവസം പ്രത്യേകം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അറഫയുടെ അന്ന് നോമ്പെടുക്കുന്നവർക്ക് ഒരു വർഷം കൂടെ ആയുസ് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ കിട്ടുക? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹാദിഹി ബുശ്റാ ബി ഹയാത്തി സനത്തിൻ മുസ്തഖ്ബില.
വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ജീവിതമുണ്ട് എന്നതിന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു ഹദീസും കൂടിയാണിത്. അപ്പൊ നമ്മള് ചെറുദോഷങ്ങളൊക്കെ പുറത്തുവരും. പിന്നെ ആളുകളോടുള്ള കുറ്റങ്ങളൊക്കെ, ആളുകളോട് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അവരോട് മാപ്പ് ചോദിക്കണം കേട്ടോ, അതിന്റെ ഭാഗമാണ്. ഇനി ഒരു ദോഷവും ഇല്ലാത്തവർക്കുള്ള മഹത്വം എന്താ? ഈ 2 വർഷത്തിനും പകരമായി അള്ളാഹു ആഖിറത്തിൽ നമ്മുടെ പദവി അധികരിപ്പിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, അറഫാ ദിവസവുമായി നാം ശ്രദ്ധിക്കേണ്ടത്, അറഫാ ദിനത്തിന്റെ സുബ്ഹ് നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ അന്നത്തെ അവസാനത്തെ ദിവസത്തെ അസ്ർ നിസ്കാരം വരെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അത് 3 തന്നെ ചുരുക്കണമെന്നൊന്നുമില്ല, എത്രയും നമുക്ക് ചൊല്ലാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തക്ബീർ നമ്മൾ എന്തായാലും ചൊല്ലുക. പിന്നെ നാളെ രാത്രി, നാളെ മഗ്‌രിബ് ടു മറ്റന്നാ ആ ദിവസങ്ങളിലൊക്കെ, പെരുന്നാളിന്റെ ദിവസങ്ങളിലൊക്കെ ധാരാളമായി തക്ബീർ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബലിമൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ നാം ചൊല്ലുന്നുണ്ടല്ലോ, അവരുടെ ശബ്ദം കേൾക്കുമ്പോഴും നാം തക്ബീർ ചൊല്ലുന്നുണ്ടല്ലോ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും നമ്മൾ പെരുന്നാൾ നിസ്കാരം ഒരിക്കലും നമ്മൾ സമയം വൈകിപ്പിക്കരുത്. പരമാവധി ആ ദുഹയുടെ സമയത്ത് തന്നെ, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പുരുഷന്മാർ നിസ്കരിക്കാൻ പോകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കുക. അത് വളരെ സിമ്പിളാണ്. നമ്മൾ എല്ലാ വർഷവും നിസ്കരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി അതിന്റെ നിയ്യത്ത് ചെയ്യുക. വലിയ പെരുന്നാളിന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത്, അത് ഇമാമോട് കൂടെ ആണെങ്കിൽ ഇമാമോട് കൂടെ എന്ന് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യണം. അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ട് വജ്ജഹത്ത് ഓതിയിട്ട് പിന്നെ 7 തക്ബീർ ഒന്നാമത്തെ റക്അത്തില്, ഓരോ തക്ബീറുകൾക്കും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ സൂറത്തുൽ ഫാത്തിഹ, അഊദു ബിസ്മിയും ഫാത്തിഹ ഫുള്ള് ഓതുക. അതിനുശേഷം സൂറത്ത് ഓതുക, സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്ത് ഓതുക. പിന്നെ നേരെ സാധാരണ നിസ്കരിക്കുന്ന പോലെ തന്നെ നിസ്കരിക്കുക. പിന്നെ 2ാമത്തെ റക്അത്തിൽ എണീറ്റ ഉടനെ 5 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത്, പിന്നെ സാധാരണ നിസ്കരിച്ച് സലാം വീട്ടുക. വളരെ സിമ്പിൾ ആയിട്ട് നിസ്കരിക്കാം. പിന്നെ സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കാരത്തിന് ശേഷം ഒരുപാട് ദുആ ചെയ്യുക. എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും മക്കൾക്ക് വേണ്ടിയും, ഭർത്താവിന് വേണ്ടിയും, മാതാപിതാക്കൾക്ക് വേണ്ടിയും, നമുക്ക് വേണ്ടിയും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ബൃഹത്തായ ഒരു ദുആ നമ്മൾ അന്ന് നിർവഹിക്കുക. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ പെരുന്നാൾ ദിനം നമ്മൾ ആഘോഷിക്കാം, നമ്മൾക്ക് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യാം. പക്ഷേ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിന്റെ പരിധി വിടരുത്. അള്ളാഹുവിനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമില്ലാത്തത്, അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇഷ്ടമില്ലാത്തത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും വരരുത്. അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഗൃഹ സന്ദർശനങ്ങൾ, പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ കാണാൻ പോവുക, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക, അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുക. ഇനിയോ അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ട് കുടുംബക്കാരെല്ലാവരുടെയും ഫാമിലി മീറ്റ് അതിൽ സംഘടിപ്പിക്കുക. അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. സിയാറത്ത് നമ്മൾക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ മരിച്ചുപോയ നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മ, വല്യപ്പ, ഇവരെയൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ നന്മ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.